പ്രവർത്തനം. എനിക്കിവിടെ 40 കൊല്ലത്തിലേറെ പരിജ്ഞാനമുണ്ട്. കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ ഒരു 4 മണിയുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് തുറന്ന് അമ്പലത്തിലേക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ എനിക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് ഞങ്ങൾ എപ്പോഴും അമ്പലത്തോട് സഹായിക്കുന്നവരാണ്. പിന്നെ ഇവിടെ നമ്മളെ കൊണ്ട് ഇവിടെ ആര് വന്ന് പണിയെടുക്കുക വെച്ചാൽ കഷ്ടപ്പെടാൻ പാടില്ല. ഒരു കാര്യം കൂടിയും പറയും, ഈ അമ്പലത്തിൽ നമ്മൾ പ്രദോഷം നോറ്റിട്ട് ഈ അമ്പലക്കുളത്തിൽ കുളിക്കാൻ വന്നാൽ നമ്മൾ പ്രദോഷവ്രതം നോറ്റ് കുളിക്കാനായി ഞങ്ങൾ അമ്പലത്തിൽ വരും. അമ്പലത്തിൽ വന്നിട്ടുണ്ടാകും കലക്ക വെള്ളമായിരിക്കും. നമ്മളത് മുങ്ങാൻ നോക്കുന്ന സമയത്ത് വെള്ളം കാശി രാമേശ്വരത്തെ പോലെ ഇങ്ങനെ നല്ല പൊങ്ങി നമുക്ക് ഇഷ്ടം പോലെ മുങ്ങാനായിട്ട് വെള്ളം കിട്ടും. അങ്ങനെ ഒരു സത്യമാണ് ഈ കുളത്തിന് ഈ വെള്ളത്തിന്. അന്നുണ്ട് വവ്വാലുകൾ പണ്ടുമുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം നമ്മൾ തേവർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് വേഗം ചെയ്യാൻ കിട്ടും. അതേപോലെ നമ്മളിപ്പോൾ അംഗനവാടിയിലാണ് എനിക്ക് ജോലി. അപ്പം ഞാൻ ഇവിടുന്ന് ചിലപ്പോൾ പൂവൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാൻ നേരം വഴുകും. അയ്യോ നേരം വൈകിയെന്ന് വിചാരിച്ചാൽ കാണാം അവിടെ അന്നൊക്കെ ജീപ്പുള്ള കാല ഒരു ജീപ്പ് കിട്ടും. ആ ജീപ്പിൽ കയറി നമ്മൾ പോകും. പിന്നെ ഇവിടെ വരുന്ന സ്വാമികളെ കൊണ്ട് പിന്നെ പൂജ തന്ത്രിമാരോ പൂജക്കാരോ ആരെ കൊണ്ട് നമുക്ക് എല്ലാം നല്ല തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീരാമസ്വാമി വന്നതിന് ശേഷം മേന ഏറ്റെടുത്തതിന് ശേഷം അമ്പലം വിപുലമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അന്ന് കാലത്ത് നമ്മൾ ഈ അമ്പലത്തിൽ ഒരു സേവകമാണ്. ഞാനല്ല ശ്രീരാമസ്വാമി ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വന്നതിന് ശേഷം ഒരു തവണ പണ്ട് മുട്ടുശാന്തിക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഏതായാലും വന്നപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്തൊക്കെ എടുത്ത് എന്താണെന്നൊക്കെ അന്വേഷിച്ചപ്പോൾ ഞാൻ എടുത്താണ്. അപ്പോൾ അങ്ങനെ എൻ്റെ നക്ഷത്രം ചോദിച്ചു. എൻ്റെ നക്ഷത്രം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നാൾ വശാൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ എനിക്ക് അനുഭവമാണ്. അതേപോലെ ഇവിടെ മുട്ടിറക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ ഭർത്താവ് ഞാനും കൂടി വരികയുണ്ടായി. അപ്പോൾ പറഞ്ഞു ഇനി പിന്നെ 2 ആളും കൂടിയിട്ട് മറ്റേയാൾക്ക് കുറച്ച് വയ്യായിരുന്നു, വരണമെന്നില്ല, ഇനി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഭഗവാൻ നിങ്ങളെ അങ്ങോട്ട് സ്വീകരിച്ചെന്നു പറഞ്ഞു. എന്നാലും പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വരികയെന്നല്ലോ. അങ്ങനെ നമുക്ക് ശ്രീരാമസ്വാമി പറഞ്ഞിടത്തോളം കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് ഞങ്ങൾക്ക് അനുഭവമാണ്.